കോൺഗ്രസിൽ വന്ന് 2009 മുതൽ തുടർച്ചയായി 4 തവണ തിരുവനന്തപുരം ലോക്സഭയിൽ MP ആയതിനു ശേഷം കോൺഗ്രസിനെ അള്ളുവെക്കുകയും 1975 അടിയന്തരാവസ്ഥയ്ക്ക് കാരണക്കാർ ഇന്ദിരാഗാന്ധിയും അതുപോലെ സഞ്ജയ് ഗാന്ധിയുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായും കാർക്കിച്ചു തുപ്പുന്നത് സ്വന്തം പരിവാരത്തെയാണ് എന്നും ഒരു രീതിയിൽ മനസ്സിലാക്കാത്ത വിശ്വപൗരന്മാരെ ഇവിടെ വേണ്ട എന്ന് കൃത്യമായി AICC നിരീക്ഷിക്കുന്നു. കോൺഗ്രസ് നേതൃത്വത്തിൽ ഇരുന്നു കൊണ്ട് കോൺഗ്രസിന്റെ എല്ലാ ആനുകൂല്യവും ഭുജിച്ചുകൊണ്ട് കോൺഗ്രസിനെ കളിയാക്കാൻ ആരെയും സമ്മതിക്കുകയില്ല. കോൺഗ്രസ് ടിക്കറ്റിൽ നിന്ന് ജയിച്ച് പല രീതിയിൽ നേട്ടങ്ങൾ കൈവരിച്ച് അതിനുശേഷം പേരെടുത്ത് അത്തരത്തിൽ പ്രശസ്തിയുടെ കൊടുമുടിയിൽ എത്തുമ്പോൾ അവർക്ക് ഇനിയും അധികാരങ്ങൾ വേണമെന്ന് തോന്നും. അങ്ങനെ പോയ പലരും BJPയിലേക്ക് എത്തി ഏറ്റവും മലീനസമായ ദുർഗന്ധം വഹിപ്പിക്കുന്ന രീതിയിലുള്ള വർഗീയ വിഷവിത്തുകൾ പോലെയായി മാറിയ സാഹചര്യമുണ്ട്. അസാം മുഖ്യമന്ത്രിയായ ഹിമന്ത ബിശ്വ ശർമ്മയൊക്കെ ആ ഗണത്തിൽ പെടുന്നതാണ്. നിരവധിയായ നേതാക്കൾ, എന്തിനധികം പറയുന്നു, നിലവിലെ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ടുള്ള ജഗദാംബിക പാൽ അടക്കം നിരവധിയായ BJPക്കാർ കോൺഗ്രസ് പശ്ചാത്തലത്തിൽ കോൺഗ്രസിന്റെ എല്ലാം നേടിയെടുത്തതിന് ശേഷം BJPയിലേക്ക് പോയവരാണ്. അതുകൊണ്ടാണ് കൃത്യമായി AICC നേതൃത്വം തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അധികാരത്തിന് വേണ്ടി കടിപിടി കൂടുന്ന ഒരൊറ്റ എണ്ണത്തിനെ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റിയിൽ കാണരുത് എന്നുള്ള കൃത്യമായ ലക്ഷ്യം വെച്ചിരിക്കുകയാണ്. ഓരോ സംസ്ഥാനത്തും ഓരോ ഇക്വേഷനാണ്. ഓരോ സ്ഥലത്തും പാർട്ടി ശക്തമാണോ ദുർബലമാണോ എന്ന് നോക്കിയാണ് കോമൺ മിനിമം പ്രോഗ്രാമിന്റെ പേരിൽ സഖ്യകക്ഷികളുമായി ഇടപഴകി മുന്നേറാൻ ശ്രമിക്കുന്നത്. അവിടെയാണ് കോൺഗ്രസിനെ ഏറ്റവും മോശമായ സാഹചര്യത്തിലും പാർട്ടിയെ അള്ളിവെക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. പാർട്ടിയിൽ നിന്നുകൊണ്ട് BJPയെ പ്രീതിപ്പെടുത്താനും BJPയുടെ രാഷ്ട്രീയ നേതാക്കളെ മഹത്വൽക്കരിക്കാനും ശ്രമിക്കുന്നവർ BJPക്കാർ തന്നെയാണ്, അവർ RSSകാർ തന്നെയാണ് എന്ന് മുദ്ര കുത്തണം, ചാപ്പ കുത്തണം, അവരെ പുറത്താക്കണം എന്ന നിർദ്ദേശമാണ് പ്രതിപക്ഷ നേതാവും അതുപോലെ മല്ലികാർജുൻ ഖാർഗെയും വ്യക്തമാക്കിയിരിക്കുന്നത്. AICC നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ തരൂറിന് കാര്യമായ യോഗ്യതയൊന്നുമില്ല. തരൂർ 2009 കോൺഗ്രസ് അംഗത്വം നേടിയ ഒരു വ്യക്തിയാണ്. തരൂറിനേക്കാൾ പാർട്ടിയിൽ വളരെയധികം തഴക്കവും പഴക്കവുമുള്ള സീനിയോറിറ്റിയുള്ള പല നേതാക്കളും ഉണ്ടായിരുന്നു. അവർക്കാർക്കും കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കേണ്ട, തനിക്ക് എത്രയാണ് കിട്ടുന്ന വോട്ട് എന്ന് കരുതാൻ വേണ്ടി മാത്രം മല്ലികാർജുനോട് കൊമ്പ് കോർത്തു നോക്കി. അപ്പൊ തരൂറിന് മനസ്സിലായി തൻ്റെ ഈ വെർബൽ ഡയറിയ അത് എല്ലാ രീതിയിലും അംഗീകരിക്കുന്ന ചിലർ ഉണ്ട് എന്നുള്ളത്. പക്ഷേ ആ വെർബൽ ഡയറിയ ആ രീതിയിൽ തന്നെയാണ് കോൺഗ്രസ് കാണുന്നത്. കുറെ ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനം കൊണ്ട് ആളുകളുടെ മണ്ടയ്ക്ക് കയറാൻ ആരാണ് തരൂറിന് അധികാരം കൊടുത്തത് എന്ന ചോദ്യമാണ് ഇപ്പോൾ സംസ്ഥാനത്തുടനീളം ആരായുന്നത്. നിലവിൽ സംസ്ഥാന നേതാക്കൾ, കേരളത്തിൽ K മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ പറയുന്നു ഇദ്ദേഹത്തിനെ പുറത്താക്കണം. കോൺഗ്രസിന് ഭാരമായി ആരാണോ പുരയ്ക്ക് മീതെ വളരുന്നത് അത് പൊന്നു കായ്ക്കുന്ന മരമായാലും വെട്ടി നികത്തണം എന്ന ലൈനിലേക്കാണ് ദേശീയ നേതൃത്വം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് കൃത്യമായും BJPക്ക് തിരിച്ചടി കൊടുക്കേണ്ട സമയമാണ്. BJPയുടെ തെറ്റായ ദേശവിരുദ്ധ നയങ്ങൾ, ഈ രാജ്യത്തെ പൗരന്മാരുടെ പൗരത്വം നിഷേധിക്കുന്ന നയങ്ങളിൽ ഒരൊറ്റ വാക്ക് പോലും തരൂറിന് പറയാനില്ല. ഇവിടെയാണ് അല്പതരങ്ങൾ മുഴുവൻ വിളമ്പുന്നത്. തരൂർ ഈ പ്രസ്ഥാനത്തിന് ഭാരമാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ചാപ്പ കുത്തി പുറത്താക്കുകയാണ്.